Good morning. Okay, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ആർക്കാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞത്? ഓക്കെ, രേഷ്മ, ഫിറോസിയ, സൗപർണിക, ഓക്കെ, പ്രിയ, അഞ്ജന, ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആണ്. ഓക്കെ, റീത, മോർണിംഗ്. ഓക്കെ, മരിയ. ഇന്നലെടുത്ത ഭാഗങ്ങളൊക്കെ ഓക്കെ പ്രീത, ഇന്നലെടുത്ത ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? എല്ലാ എക്യുപ്മെന്റ്സുകളും നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തി. നമ്മള് എത്തിയിട്ടില്ല. ഗ്ലൂക്കോമീറ്റർ അല്ലെ? ഗ്ലൂക്കോമീറ്റർ വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഓക്കെ, അത്രയും ഭാഗങ്ങൾ ഓക്കെയാണോ എല്ലാവർക്കും? ഓക്കെയാണോ? എല്ലാം നമുക്ക് പരിചയമുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകളാണ് അല്ലെ? മിക്കതും നമുക്ക് അറിയാവുന്ന മെഡിക്കൽ എക്യുപ്മെന്റ്സുകളാണ്. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടെ നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇൻഫ്യൂഷൻ പമ്പ് ആണ് കേട്ടോ. എന്താണ് ഇൻഫ്യൂഷൻ പമ്പ്? അപ്പോ ഇൻഫ്യൂഷൻ പമ്പ് പഠിക്കുമ്പോ സിറിഞ്ച് പമ്പ് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടല്ലോ? അതുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. അപ്പൊ നോക്കുക, ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഇൻഫ്യൂഷൻ പമ്പ് injects fluids, medication of nutrients into a patient's circulatory system. അതായത് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന പേഷ്യന്റിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിലോട്ട് ഈ പറയുന്ന ഫ്ലൂയിഡ്സ്, മറ്റ് മെഡിക്കേഷൻസ്, ന്യൂട്രിയൻസുകളൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻജെക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് ഇത് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത്. ഇതേ പർപ്പസിന് തന്നെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സിറിഞ്ച് പമ്പും ഉപയോഗിക്കുന്നത്. അപ്പൊ ബോത്ത് സിറിഞ്ച് പമ്പ് ആൻഡ് ഇൻഫ്യൂഷൻ പമ്പ് are used to inject the fluids, medications and other nutrients into the patient's circulatory system. അല്ലെ? ഒരു പേഷ്യന്റിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിലൂടെ ഈ പറയുന്ന ലിക്വിഡ്സ്, ഫ്ലൂയിഡ്സ്, മറ്റു ന്യൂട്രിയൻസുകളെല്ലാം തന്നെ ഇൻജെക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് സിറിഞ്ച് പമ്പും ഇൻഫ്യൂഷൻ പമ്പും. അപ്പോ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം കേട്ടോ. ആദ്യം ഇതൊന്ന് ജസ്റ്റ് വായിക്കാം, എന്നിട്ട് അതിന്റെ വ്യത്യാസം പറയാം കേട്ടോ. നോക്കുക, ഇത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. ഇൻഫ്യൂഷൻ പമ്പ് ഇൻജെക്ട്സ് ഫ്ലൂയിഡ്സ്, മെഡിക്കേഷൻ ഓഫ് ന്യൂട്രിയൻസ് into a patient's circulatory system. It is commonly used intravenously, although subcutaneous, arterial and sometimes used for the epidural infusion. അപ്പൊ നമുക്ക് 4 തരത്തില് ഇൻഫ്യൂഷൻ നടത്താം. 4 രീതിയിൽ നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാം, ദാറ്റ് മീൻസ് ഇൻജെക്ട് ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന് ഇൻട്രാവെനസ്ലി. ഇൻട്രാവെനസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ വെയിൻ. നേരിട്ട് നമുക്ക് വെയിനിലോട്ട് ഇൻഫ്യൂസ് ചെയ്യാം അല്ലെ? IV കേട്ടിട്ടുണ്ടല്ലോ. എന്താണ്? ദാറ്റ് ഈസ് ഡയറക്ട്ലി ഇൻജെക്റ്റഡ് ഇൻ ടു ദ വെയിനിലോട്ട് നമുക്ക് ഇൻജെക്ട് ചെയ്യാം, ഇൻഫ്യൂസ് ചെയ്യാം. സബ്ക്യൂട്ടേനിയസ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? സബ്ക്യൂട്ടേനിയസ് മീൻസ് എന്താണ്? അണ്ടർ ദ സ്കിൻ എന്നാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന്റെ താഴത്തേക്ക് അല്ലെ? നേരിട്ട് സ്കിന്നിലോട്ടല്ല, സ്കിന്നിന്റെ തൊട്ടടിയിലുള്ള അത് തന്നെ കറക്റ്റ് ആണ് കേട്ടോ. അണ്ടർ ദ സ്കിൻ, അതിലേക്ക് നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാം. പിന്നെ ആർട്ടീരിയൽ എന്ന് പറയുമ്പോൾ ഇൻ ടു ദ ആർട്ടറി, ആർട്ടറിയിലോട്ട് അല്ലെ? ധമനി എന്നൊക്കെ പറയില്ല, ആർട്ടറിയിലോട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ആൻഡ് സംടൈംസ് യൂസ്ഡ് ഫോർ ദ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ. എന്താണ് എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറഞ്ഞാല്? നമ്മുടെ സ്പൈൻ ഉണ്ടല്ലോ, നമ്മുടെ നട്ടയില്, അതിന് ചുറ്റുമായിട്ടുള്ള സ്പേസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മള് എപ്പിഡ്യൂറൽ സ്പേസ് എന്നാണ് പറയാം. നമ്മൾ ഈ സിസേറിയൻ ഒക്കെ ചെയ്യില്ലേ, സിസേറിയൻ സെക്ഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്
അനസ്തേഷ്യ കൊടുക്കുന്നില്ലേ, അത് എപ്പിഡ്യൂറൽ സ്പേസിലോട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അനസ്തേഷ്യ നട്ടലിന് ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്നത് കേട്ടിട്ടില്ലേ, അപ്പൊ അത് കൊടുക്കുന്നത് എപ്പിഡ്യൂറൽ സ്പേസിലോട്ടാണ് കേട്ടോ. നമ്മുടെ സ്പൈനിന് ചുറ്റുമുള്ള ആ ഒരു സ്പേസ് ആണ് എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത്, എപ്പിഡ്യൂറൽ സ്പേസ്. അപ്പൊ അവിടേക്കും നേരിട്ട് നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാവുന്നത്. അപ്പൊ 4 തരത്തിൽ നമുക്ക് ഇൻഫ്യൂഷൻ നടത്താം. എന്തൊക്കെയാണ്? ഒന്ന് ഇൻട്രാവെനസ്, ദാറ്റ് മീൻസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ വെയിനിലോട്ട് നമുക്ക് ഇൻജെക്ട് ചെയ്യാം. സബ്ക്യൂട്ടേനിയസ്, ദാറ്റ് മീൻസ് എന്താണ്, അണ്ടർ ദ സ്കിൻ. ദെൻ ആർട്ടീരിയൽ, ടു ദ ആർട്ടറിയിലോട്ട്. ആൻഡ് ദ എപ്പിഡ്യൂറൽ, അല്ലെ, എപ്പിഡ്യൂറൽ സ്പേസിലോട്ട് നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ അതിനകത്ത് മനസ്സിലാക്കാൻ. ഇനി എന്താണ് സിറിഞ്ച് പമ്പും ഇൻഫ്യൂഷൻ പമ്പും തമ്മിൽ എന്താണ് ഇവിടെ ഒരു വ്യത്യാസം നമുക്ക് പറയാനുള്ളത്? രണ്ടും ഒരേ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ് അല്ലെ. ഒരു കാര്യം മനസ്സിലാക്കുക, സിറിഞ്ച് പമ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സിറിഞ്ചിലാണ് നമ്മൾ ഫ്ലൂയിഡ്സുകൾ ഹോൾഡ് ചെയ്യുന്നത് അല്ലെ. ഒരു സിറിഞ്ച് ഉണ്ടാവും, ആ സിറിഞ്ചിലാണ് ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത്. അതേസമയം ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു IV ബാഗ്, അതിന്റെ ഒരു IV കണ്ടെയ്നർ ഉണ്ടായിരിക്കും. അതിനകത്താണ് നമ്മൾ ഈ പറയുന്ന ഫ്ലൂയിഡ്സ്, മറ്റ് മെഡിക്കേഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നത്. എന്താണ്? IV ബാഗ് അല്ലെങ്കിൽ IV കണ്ടെയ്നറിനകത്താണ്. പിന്നെ വേറൊരു വ്യത്യാസം പറയുകയാണെങ്കിൽ സിറിഞ്ച് പമ്പ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഐഡിയൽ ഫോർ ദ സ്മോൾ വോളിയംസിനൊക്കെ ഐഡിയൽ ആണ്. നമുക്ക് ചെറിയ വോളിയം ഓഫ് ലിക്വിഡ്സുകൾ ഒരു കൃത്യമായിട്ടുള്ള നിരക്കില് ഇൻജെക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത് സിറിഞ്ച് പമ്പാണ്. സിറിഞ്ച് പമ്പ് എന്ന് തന്നെ പറയുമ്പോൾ അല്ലെ, വളരെ എന്താണ്, ഒരു കൃത്യമായിട്ട് ഒരു എന്താണ് കൃത്യമായ നിരക്കില് വളരെ ചെറിയ എമൗണ്ട്, ഒരു സ്മോൾ വോളിയംസ് ഓഫ് ഫ്ലൂയിഡ്സും മറ്റുമൊക്കെ ഇൻജെക്ട് ചെയ്യാനായിട്ട് സിറിഞ്ച് പമ്പ് ഏറ്റവും ഐഡിയൽ ആണ്. അതേസമയം നമ്മൾ ഇൻഫ്യൂഷൻ പമ്പ് ഒക്കെ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന ലാർജർ വോളിയംസ് ഓഫ് ഫ്ലൂയിഡ്സ് ഒക്കെ വരുമ്പോൾ അതൊക്കെ ഇൻജെക്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്താണ്? ഇൻഫ്യൂഷൻ പമ്പാണ്. മനസ്സിലായല്ലോ? അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. കാരണം ഇതിന് രണ്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം രണ്ടും എന്തിനു വേണ്ടി തന്നെ ഉപയോഗിക്കുന്നതാണ്? ഒരു പേഷ്യന്റിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിലോട്ട് ഫ്ലൂയിഡ്സ്, മെഡിക്കേഷൻസ്, മറ്റ് ന്യൂട്രിയൻസുകളൊക്കെ ഇൻജെക്ട് ചെയ്യാൻ തന്നെ ഉപയോഗിക്കുന്ന 2 ഡിവൈസസ് ആണ് സിറിഞ്ച് പമ്പും ഇൻഫ്യൂഷൻ പമ്പും. സിറിഞ്ച് പമ്പിൽ ഒരു സിറിഞ്ചിലാണ് ഫ്ലൂയിഡ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഇൻഫ്യൂഷൻ പമ്പിനകത്ത് ഒരു IV ബാഗ് അല്ലെങ്കിൽ ഒരു IV കണ്ടെയ്നറിനകത്താണ് നമ്മൾ ഫ്ലൂയിഡ് ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ സിറിഞ്ച് പമ്പ് വളരെ സ്മോൾ വോളിയംസ് ഓഫ് ഫ്ലൂയിഡ്സ് അറ്റ് റെഗുലർ ഇന്റർവെൽസിൽ ഒരു പ്രിസൈസ് എന്താണ് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ്സ് അതൊരു കൃത്യമായിട്ടുള്ള നിരക്കിൽ കൊടുക്കാൻ നമുക്ക് സിറിഞ്ച് പമ്പ് ഐഡിയൽ ആണ്. ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുമ്പോൾ കുറെ കൂടെ ലാർജർ വോളിയംസ് ഓഫ് ഫ്ലൂയിഡ്സും മറ്റുമൊക്കെ ഇൻജെക്ട് ചെയ്യാനായിട്ടാണ് ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിക്കുന്നത്. ക്ലിയർ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇനി 4 തരത്തിൽ നമുക്ക് ഇൻഫ്യൂഷൻ നടത്താമെന്നാണ് പറയുന്നത് കേട്ടോ. ഒന്നില്ലെങ്കിൽ നമുക്ക് നേരിട്ട് നെയിലോട്ട് ഇൻഫ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അണ്ടർ ദ സ്കിന്നിലോട്ട് ഇൻഫ്യൂസ് ചെയ്യാം, എപ്പിഡ്യൂറൽ സ്പേസിലോട്ട് ഇൻഫ്യൂസ് ചെയ്യാം അല്ലെ. അങ്ങനെയൊക്കെ നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എക്സ്റേ. എക്സ്റേ എല്ലാവർക്കും അറിയാവുന്നതാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. എക്സ്റേ എന്താണ്? എക്സ്റേ is a swift, pain-free procedure that is done to make the images of the structures within the body, especially the bones. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക ഘടകങ്ങൾ അല്ലെ, ഇന്റേണൽ സ്ട്രക്ചേഴ്സിന്റെ ഇമേജസ്, പ്രത്യേകിച്ച് നമ്മുടെ ബോൺസിന്റെ ഇമേജസും മറ്റും എടുക്കുന്നതിനായിട്ടുള്ള വളരെ വേഗതയേറിയതും അതുപോലെ പെയിൻ ഫ്രീ ആയിട്ടുള്ളത് അല്ലെ. കാര്യം ഇതൊരു നോൺ ഇൻവസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് അല്ലെ. ഒരു പെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് എക്സ്റേ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് CT സ്കാൻ. എന്താണ് CT സ്കാൻ? നിങ്ങൾ റേഡിയോളജി പഠിച്ചതാണ് അല്ലെ. എന്താണ് CT? കമ്പ്യൂട്ടർ ടോമോഗ്രഫി. ഇതാണ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി. ഒരു മിനിറ്റ് നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം, എനിക്ക് വരാം. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോ CTയുടെ ഫുൾ ഫോം എന്താണ്? കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി എന്നാണ് കേട്ടോ. നമ്മൾ പഠിച്ചതാണ്. എ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ or a CT scan utilizes computer processed combinations of many X-ray measurements taken from various angles to make cross-sectional images of particular areas of a scanned object.
permitting the user to observe inside the object without tearing. അതായത് എന്താണ് CT സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? CT സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന്റെ വിശദമായിട്ടുള്ള ക്രോസ് സെക്ഷണൽ ഇമേജസുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്റേകളും അല്ലെ, സീരീസ് ഓഫ് എക്സ്റേസ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് എക്സ്റേ ആണ് കേട്ടോ. ഒരു സീരീസ് ഓഫ് എക്സ്റേസും കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇമേജിംഗ് ടെസ്റ്റ് ആണ് CT സ്കാൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്നതാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട്. അതൊക്കെ അറിയാവുന്നതാണ്. എന്താണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്? ഏത് റേസ് ആണ്? എക്സ്റേ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. എക്സ്റേ എന്ന് പറയുമ്പോൾ വിവിധ ആംഗിളുകളിൽ നമ്മൾ ഒരു കൂട്ടം എക്സ്റേസ് ഉപയോഗിച്ചുകൊണ്ട്, എക്സ്റേസും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശരീരത്തിന്റെ ക്രോസ് സെക്ഷണൽ ഇമേജസുകൾ എടുക്കുന്നത്. അതിനുള്ള ഒരു ഇമേജിംഗ് ടെസ്റ്റിനെയാണ് CT സ്കാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് MRI സ്കാൻ ആണ് കേട്ടോ. MRI എന്താണ്? MRIയുടെ ഫുൾ ഫോം മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണ്. എന്താണ്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. എന്താണ് MRI എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതും ഒരു ഇമേജിംഗ് ടെസ്റ്റ് ആണ് അല്ലെ. ഇറ്റ് മേക്സ് ഷുവർ ഓഫ് എ ലാർജ് മാഗ്നറ്റ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ലാർജ് മാഗ്നറ്റ് ആൻഡ് റേഡിയോ വേവ്സ് to observe organ structures inside the body. അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക ഘടനകളുടെയൊക്കെ ചിത്രങ്ങൾ എടുക്കാനായിട്ട് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് അല്ലെ. ഒരു ശക്തമായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ റേഡിയോ വേവ്സും പ്ലസ് നമ്മുടെ എന്താണ് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇമേജിംഗ് ടെസ്റ്റ് ആണ് MRI. അപ്പൊ CT MRI തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. CTയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്റേസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. MRIയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? MRIയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡും റേഡിയോ വേവ്സും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ. CTയിലാവുമ്പോൾ എക്സ്റേകളും കമ്പ്യൂട്ടറും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇമേജ് എടുക്കുന്ന സമയത്ത് MRIയിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അതുപോലെ റേഡിയോ വേവ്സ് കേട്ടോ. അവിടെ ഉപയോഗിക്കുന്ന റേഡിയോ വേവ്സ് ആണ്. പിന്നെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക ഘടനകളുടെ ഇമേജ് ഒക്കെ എടുക്കുന്ന ആ ഒരു ടെസ്റ്റിങ്ങിനെ MRI എന്നാണ് പറയുന്നത് കേട്ടോ. Health care professionals make use of MRI scans to diagnose various of conditions that affect brain and spinal cord, bones and joints, breast, heart and blood vessels. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ MRI സ്കാൻ ഒക്കെ എടുക്കുന്നത് എങ്ങനെയുള്ള ഏതൊക്കെ ഭാഗങ്ങൾ എഫക്ട് ചെയ്യുന്ന കണ്ടീഷൻസുകൾ ഡയഗ്നൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ MRI സ്കാൻ ഒക്കെ ഉപയോഗിക്കുന്നത്? ഒന്ന് നമ്മുടെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അല്ലെ, നമ്മുടെ തലച്ചോറ്, അതുപോലെ നമ്മുടെ സ്പൈനൽ കോഡ് അല്ലെ, ഇതിന്റെയൊക്കെ ഇമേജസ് എടുക്കാം. അത് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഡയഗ്നൈസ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ബോൺസ് ആൻഡ് ജോയിന്റ്സ് അല്ലെ, നമ്മുടെ സന്ധികള്, എല്ലുകള്, ഇവയുടെ പിക്ചർ എടുക്കാൻ. ബ്രസ്റ്റ്, അതുപോലെ തന്നെ ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് അല്ലെ, നമ്മുടെ ഹൃദയത്തിന്റെയും മറ്റ് ബ്ലഡ് വെസൽസിന്റെയും ഇമേജ് എടുക്കുന്നതിലും നമ്മൾ MRI ഉപയോഗിക്കുന്നുണ്ട്. പൊതുവെ നമ്മൾ എക്കോ ഉപയോഗിക്കാറുണ്ട്, MRIയും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ CTയും MRIയും തമ്മിലുള്ള വ്യത്യാസം ആദ്യം മനസ്സിലാക്കാം. CT എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ടോമോഗ്രഫി ആണ്. MRI എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ്. രണ്ടും എന്താണ്? ശരീരത്തിന്റെ ക്രോസ് സെക്ഷണൽ ഇമേജസ് എടുക്കുന്നതാണ് CT സ്കാൻ എന്ന് പറയുന്നത്. അവിടെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയും എക്സ്റേകളുമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ MRI എന്ന് പറയുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡും റേഡിയോ വേവ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. റേഡിയോ വേവ്സും പ്ലസ് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇമേജ് സൃഷ്ടിക്കുന്നതാണ് എന്ത്? MRI സ്കാൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ MRI സ്കാൻ എങ്ങനെയുള്ള കണ്ടീഷൻസുകൾ ഡയഗ്നൈസ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുക? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിനെ ബാധിക്കുന്ന അസുഖങ്ങള്, ബോൺസ് ആൻഡ് ജോയിന്റ്സ്, ബ്രസ്റ്റ്, ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? CT MRI. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഓട്ടോക്ലേവ് കേട്ടോ. ഓട്ടോക്ലേവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, CS50 പഠിച്ചിട്ടുണ്ട്. എന്താണ് ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാല്? എന്തിനു ഉപയോഗിക്കുന്നതാണ് ഓട്ടോക്ലേവ്? സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ. ദിസ് ആർ ദ മെഡിക്കൽ ഡിവൈസ് ആണ് അല്ലെ, ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റെറിലൈസ് ദ എക്യുപ്മെന്റ്സ് ആൻഡ് സപ്ലൈസ് അല്ലെ. ഈ പറയുന്ന മെഡിക്കൽ എക്യുപ്മെന്റ്സുകള്, സപ്ലൈസുകള് ഇതെല്ലാം തന്നെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഉയർന്ന പ്രഷറും സ്റ്റീമും ടെമ്പറേച്ചറും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണിത് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓട്ടോക്ലേവ് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. അവിടെ എങ്ങനെയാണ് ഇത് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? ഈ പറയുന്ന സ്റ്റീം ആൻഡ് പ്രഷർ അല്ലെ, സ്റ്റീം, പ്രഷർ, ഹൈ ടെമ്പറേച്ചർ ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്
അവര് സ്റ്റെറിലൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ പിക്ചർ നിങ്ങൾക്ക് കാണാം. An autoclave is a mechanical device that uses high temperature, steam and pressure to destroy microorganisms such as bacteria, viruses, funguses and spores on items that are put inside its pressure vessel. കണ്ടോ? ഈ ഓട്ടോക്ലേവിനകത്ത് ഒരു പ്രഷർ വെസൽ ഉണ്ട്. ഇതിനകത്താണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യേണ്ട മെറ്റീരിയൽസും സപ്ലൈസും ഒക്കെ നമ്മൾ ആ ഒരു വെസലിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെക്കുന്നത് അല്ലെ. അപ്പൊ അതിന് എന്താണ് ഓട്ടോക്ലേവ്? ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ ഡിവൈസ് ആണ് അല്ലെ, ദാറ്റ് യൂസസ് ദ ഹൈ സ്റ്റീം, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ടു സ്റ്റെറിലൈസ് ദ equipments and supplies by killing the microorganisms like bacteria, virus, fungus, etc. അല്ലെ. ഈ പറയുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസിനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ എക്യുപ്മെന്റ്സുകളെ മറ്റും സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഹൈ ടെമ്പറേച്ചറും പ്രഷറും സ്റ്റീമും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസിനെയാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓക്കെ, autoclaves are commonly used as a steam sterilizers in healthcare, laboratory, food and pharmaceutical industries. അപ്പൊ എവിടെയൊക്കെയാണ് നമ്മൾ ഓട്ടോക്ലേവ്സ് ഉപയോഗപ്പെടുത്തുന്നത്? നമ്മുടെ ഹെൽത്ത് കെയർ ഹോസ്പിറ്റലില്, ലാബുകളില്, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലും മറ്റും ഒരു സ്റ്റീം സ്റ്റെറിലൈസർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓട്ടോക്ലേവ് ആണ്. കാരണം ഹൈ സ്റ്റീം ആണ് അവർ ഉപയോഗിക്കുന്നത് കേട്ടോ. സ്റ്റീമും ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവര് സ്റ്റെറിലൈസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നത് ഇൻക്യുബേറ്റർ. അതും നമുക്കറിയാവുന്നതാണ് അല്ലെ. എന്താണ് ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ NICUല് എന്താണ് കിടത്തുന്നത്, ഇൻക്യുബേറ്ററിനകത്ത് അല്ലെ കിടത്താൻ. എല്ലാ കുട്ടികളും എല്ലാട്ടോ, ചില കുഞ്ഞുങ്ങളെ മാത്രം. നോക്കാം. An infant incubator is a small equipment commonly used in pediatric hospitals, birthing centers and neonatal intensive care unit. എവിടെയായിരിക്കും ഇത് ആവശ്യമായിട്ട് വരിക? ഇൻഫന്റ് ഇൻക്യുബേറ്റർ. യെസ്, പീഡിയാട്രിക് ഹോസ്പിറ്റൽസ് അല്ലെ, ബർത്തിങ് സെന്റർ, അതുപോലെ NICUലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു വളരെ ചെറിയ അല്ലെ ഒരു സ്മോൾ എക്യുപ്മെന്റ് ആണ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. Possibly the most apparent function of an infant incubator is to safeguard the infants during the earliest stages of life. അതായത് കുഞ്ഞുങ്ങളുടെ അവരുടെ ആ ഒരു എന്താ പറയാ തുടക്ക സ്റ്റേജിൽ തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് മറ്റുമായിട്ടാണ് നമ്മൾ ഇൻഫന്റ് ഇൻക്യുബേറ്റർ ഉപയോഗപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ മാസം തിരിയാതൊക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങള്, ലോങ് ബർത്ത് വെയിറ്റ് ഉള്ള കുഞ്ഞുങ്ങള്, അപ്പൊ അവരെയൊക്കെ അവരുടെ ആ ഒരു ഏർലിയസ്റ്റ് സ്റ്റേജിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഇൻഫന്റ് ഇൻക്യുബേറ്റർ. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ. ഇതാണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ. ഓക്കെ, മെഡിക്കൽ റെഫ്രിജറേറ്റേഴ്സ് ആർ പെർട്ടിക്കുലർലി ഡിസൈൻഡ് ടു മീറ്റ് the required temperature demands for the safe vaccine storage. വളരെ സുരക്ഷിതമായിട്ട് വാക്സിനുകൾ സ്റ്റോർ ചെയ്യുന്നതിന്, സംഭരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു താപനില ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ. നമ്മൾ ഫാർമസിയൊക്കെ പഠിച്ചപ്പോ നിങ്ങൾക്കറിയാം അല്ലെ, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ സൂക്ഷിക്കേണ്ട ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ റേഞ്ച് ഉണ്ട് അല്ലെ. അപ്പൊ വളരെ സേഫ് ആയിട്ട് വാക്സിനും മറ്റും സ്റ്റോർ ചെയ്യുന്നതിനുള്ള ആ ഒരു ടെമ്പറേച്ചർ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പോലത്തെ റെഫ്രിജറേറ്ററിന്റെ മോഡൽ ആയിരിക്കില്ല. ചിത്രത്തിൽ കാണാൻ ഒരുപാട് ട്രേകളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. വിത്ത് ടെമ്പറേച്ചർ റേഞ്ചസ് ബിറ്റ്വീൻ 35 degree Fahrenheit to 46 degree Fahrenheit, these medical refrigerators will securely store a wide range of medicines എന്നാണ് കേട്ടോ. അതായത് ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ, അതൊരു ഫാരൻഹീറ്റിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. 35 degree Fahrenheit to 46 degree Fahrenheit. ഏകദേശം ഇവര് പറയുന്നത് ഒരു 35 ഡിഗ്രി ഫാരൻഹീറ്റ്. ഫാരൻഹീറ്റ് ഇസ് ദ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ തന്നെയാണ് കേട്ടോ. നമ്മൾ പൊതുവെ സെൽഷ്യസിൽ പറയാറുണ്ട്, കെൽവിനിൽ പറയാറുണ്ട്, ഫാരൻഹീറ്റിൽ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു 35 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 46 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുമ്പോൾ അതൊരു സെൽഷ്യസിലൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1.67 ഡിഗ്രി സെൽഷ്യസിനും 7.78 ഡിഗ്രി സെൽഷ്യസിനൊക്കെ ഇടയിൽ വരും ഡിഗ്രി സെൽഷ്യസിൽ പറയുമ്പോൾ.
അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏറ്റവും വളരെ കുറഞ്ഞ താപനിലയാണ് അല്ലെ. 1.6 ഡിഗ്രി സെൽഷ്യസും 7.8 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുന്ന വളരെ താഴ്ന്ന ടെമ്പറേച്ചർ ആണ് അല്ലെ. ആ ഒരു അത് ഫാരൻഹീറ്റിൽ പറയുന്നതാണ് 35 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 46 ഡിഗ്രി ഫാരൻഹീറ്റ്. ആ ടെമ്പറേച്ചർ റേഞ്ച് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിന് ഈ പറയുന്ന മെഡിക്കൽ റെഫ്രിജറേറ്ററുകൾക്ക് വളരെ സുരക്ഷിതമായിട്ട് ഈ പറയുന്ന വിവിധ മെഡിസിൻസിനെ മറ്റും സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ചോദിക്കാം കേട്ടോ, ഏത് ടെമ്പറേച്ചർ റേഞ്ചിലാണ് അത് ഇങ്ങനെയുള്ള വസ്തുക്കൾ സ്റ്റോർ ചെയ്യുന്നത്. പൊതുവെ 35 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 46 ഡിഗ്രി ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ റേഞ്ചില് വളരെ സേഫ് ആയിട്ട് തന്നെ ഇത്തരം റേഞ്ച് ഓഫ് മെഡിസിൻസുകളെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഇത്രയെങ്കിലും. നെക്സ്റ്റ് വരുന്നതാണ് വാക്കർ. ഇങ്ങനത്തെ വാക്കറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇതൊക്കെ പിടിച്ചു നടക്കുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. വാക്കർ എന്തായിരിക്കും? ഇറ്റ്സ് വാക്കിംഗ് എയ്ഡ് അല്ലെ. എങ്ങനെയുള്ള ആളുകൾക്കാണ് അത് ഉപയോഗിക്കുന്നത്? സാധാരണയായിട്ട് വയസ്സായ ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ, ഈ പറയുന്ന പോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെ, നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് അല്ലെ വാക്കർ എന്ന് പറയുന്നത്. എ വാക്കർ ഓർ വാക്കിംഗ് ഫ്രെയിം, വാക്കർ അല്ലെങ്കിൽ വാക്കിംഗ് ഫ്രെയിം എന്ന് നമുക്ക് പറയാം. It is an instrument for elderly and disabled for ഒരു ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. elderly and disabled people who require extra support to maintain balance or stability while they walk. അതായത് ഈ പറയുന്ന വയസ്സായ ആളുകൾ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവര് നടക്കുന്ന സമയത്ത് അവരുടെ ബാലൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ സപ്പോർട്ട് നൽകുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വാക്കർ അഥവാ വാക്കിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. വാക്കർ അല്ലെങ്കിൽ വാക്കിംഗ് ഫ്രെയിം ഇസ് എൻ ഇൻസ്ട്രുമെന്റ്. എന്തിനുള്ള ഇൻസ്ട്രുമെന്റ് ആണ്? എൽഡർലി വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവർ നടക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു ബാലൻസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ടുള്ള എക്സ്ട്രാ സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വാക്കർ അഥവാ വാക്കിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? നെക്സ്റ്റ് വരുന്നതാണ് ട്രക്കിയോസ്റ്റമി. ഇതാണ് ട്രക്കിയോസ്റ്റമി എന്ന് കേട്ടോ. ട്രക്കിയോസ്റ്റമി ഒരു പ്രൊസീജിയർ ആണ് കേട്ടോ. ഓക്കെ, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ട്രക്കിയോസ്റ്റമി ട്യൂബ് എന്ന് പറയും. ശരിക്കും അതൊരു ട്യൂബാണ്. ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ ആണ് കേട്ടോ. അതൊരു ഉപകരണമല്ല, അതൊരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് കേട്ടോ. എന്താണ് ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? This surgical procedure consists of making an incision on the anterior aspect of the neck and opening a direct airway through an incision in the trachea. അതായത് നമ്മൾ ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ്. നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഒരു ട്യൂബ്, അതായത് നമ്മുടെ കഴുത്തിന്റെ പിക്ചറിൽ കാണാൻ നിങ്ങൾക്ക് കഴുത്തിന്റെ മുൻഭാഗത്ത് ഒരു ഇൻസിഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് ആ മുറിവിലൂടെ നമ്മൾ ഈ ഒരു ട്രക്കിയോസ്റ്റമി ട്യൂബ് നേരിട്ട് എന്തിലേക്ക് ഇറക്കുകയാണ്? ശ്വാസനാളത്തിലോട്ട് ഇൻസേർട്ട് ചെയ്യണത്. നേരിട്ട് നമ്മൾ ഈ കഴുത്തിന്റെ മുന്നിൽ ഒരു ഇൻസിഷൻ, ഒരു മുറിവ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ശ്വാസനാളം നേരിട്ട് തുറക്കുന്ന, ശ്വാസനാളത്തിലേക്ക് നേരിട്ട് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു മെഡിക്കൽ പ്രൊസീജിയർ, അതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ദാറ്റ് ഈസ് കോൾഡ് ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ നമുക്ക് കഴുത്തിന്റെ മുന്നിൽ നമ്മൾ ചെറിയൊരു മുറിവുണ്ടാകുന്നു. എന്നിട്ട് ആ മുറിവിലൂടെ ട്രക്കിയോസ്റ്റമി ട്യൂബ് ഉണ്ട്. ആ ട്യൂബ് നേരിട്ട് നമ്മൾ ശ്വാസനാളത്തിലോട്ട് ഇറക്കാണ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നത്? അതായത് അപ്പർ റെസ്പിറേറ്ററിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം സാധാരണഗതിയിൽ വായിലൂടെ അല്ലെങ്കിൽ മൂക്കിലൂടെ ഒക്കെയാണ് ആ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരുന്നു? കാര്യം അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരു ട്യൂമറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വെല്ലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് നമുക്ക് വായിലൂടെ മൂക്കിലൂടെ ഒന്നും ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചെയ്യുന്നതാണ് ട്രക്കിയോസ്റ്റമി. അപ്പൊ നേരിട്ട് എന്ത് ചെയ്യും? കഴുത്തിന്റെ അവിടെ ഇൻസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ നേരിട്ട് ശ്വാസനാളത്തിലോട്ട് ഓപ്പൺ ചെയ്യുന്ന, അതായത് ട്രക്കിയോസ്റ്റമി ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു മെഡിക്കൽ സർജിക്കൽ പ്രൊസീജിയർ ദാറ്റ് ഈസ് കോൾഡ് ട്രക്കിയോസ്റ്റമി. Okay, the surgical procedure consists of making an incision on the anterior aspect of the neck and opening a direct airway through an incision in the trachea. Okay. Next, crutches. ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, crutches. Okay. Crutches എന്താണ്? Crutches are a kind of walking aid. അല്ലേ?
that help to enhance the size of an individual's base of support. അല്ലെ, പ്രത്യേകിച്ച് നടക്കുന്ന സമയത്ത് ആളുകൾക്ക് അവരുടെ ഒരു ബേസ് സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട്, ബേസ് സപ്പോർട്ട് എന്താണ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കിംഗ് എയ്ഡ് ആണ് എന്ത് ക്രച്ചസ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, they carry weight from the legs to the upper body and are many a time used by people who unable to use their legs to support their weight അല്ലെ. അപ്പൊ പൊതുവെ നമ്മള് ഈ പറയുന്ന they carry weight from legs to the upper body, നമ്മുടെ കാലിൽ നിന്ന് ശരീരത്തിന്റെ മുകളിലേക്കുള്ള ആ ഒരു വെയിറ്റ് ആണ് ആ ക്രച്ചസ് ശരിക്കും പറഞ്ഞാൽ താങ്ങുന്നത്. ഓക്കെ, ക്രച്ചസ് ശരിക്കും നമ്മുടെ ആ ഒരു ലെഗ്സിൽ നിന്ന് നമ്മുടെ അപ്പർ ബോഡിയിലേക്കുള്ള ആ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, ബോഡി വെയിറ്റ്, അത് താങ്ങുന്നത് ഈ ക്രച്ചസിലാണ്. അപ്പൊ സാധാരണയായിട്ട് ഇപ്പൊ ചില ആളുകൾക്ക് അവരുടെ കാലുകൾക്ക് ബോഡി വെയിറ്റിനെ താങ്ങാൻ പറ്റാതെ വരും. എന്നുവെച്ചാൽ ബോഡി വെയിറ്റ് കൂടുതലായിരിക്കും, പക്ഷെ കാലുകൾക്ക് വളരെ ബലം കുറവായിരിക്കും, കാലുകൾ വണ്ണമൊക്കെ കുറവായിരിക്കും, പക്ഷെ ശരീരഭാരം കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് അവരുടെ കാലുകൾക്ക് ആ ഒരു ബോഡി വെയിറ്റ് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ബോഡി വെയിറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കിംഗ് എയ്ഡ് ആണ് ക്രച്ചസ് എന്ന് പറയുന്നത് കേട്ടോ. ഫ്രം ഷോർട്ട് ടേം ഇഞ്ചുറീസ് ടു ലോങ് ലാസ്റ്റിംഗ് ഡിസേബിലിറ്റീസ്. ക്രച്ചസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഷോർട്ട് ടേം ഇഞ്ചുറീസ് ഉള്ള ആളുകൾക്കും വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസേബിലിറ്റീസ് ഒക്കെ ഉള്ള ആളുകൾക്കും ക്രച്ചസ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ചില ക്രച്ചസ് എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ടേമിലേക്കായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് താൽക്കാലികമായിട്ട് ഇപ്പൊ എന്തെങ്കിലും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള സാധനം കുറച്ച് നാൾ ചിലപ്പോൾ ക്രച്ചസ് ഉപയോഗിക്കേണ്ടി വരും. പിന്നെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഉപേക്ഷിക്കാം. ചിലത് ലോങ് ലാസ്റ്റിംഗ് ഡിസേബിലിറ്റി ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ക്രച്ചസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ 3 ടൈപ്പ് ക്രച്ചസ് അവിടെ കാണിച്ചിട്ടുണ്ട്. ക്രച്ചസ് ആർ ഓഫ് 3 ടൈപ്സ്. ഇതൊക്കെയാണെന്നറിയോ? ആക്സിലറി ക്രച്ചസ് കേട്ടോ. ഇതൊക്കെയാണ് ആക്സിലറി ക്രച്ചസ്. ആക്സിലറി ഉണ്ട് കേട്ടോ, ആക്സിലാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. ആക്സിലറി ക്രച്ചസ്, പിന്നെ എൽബോ ക്രച്ചസ്, ഗട്ടർ ക്രച്ചസ് കേട്ടോ. ആക്സിലറി ക്രച്ചസ് ശരിക്കും നമ്മുടെ അണ്ടർ ആം അല്ലെ, അവിടെയാണ് നമ്മൾ വെക്കുന്നത്. എൽബോ ക്രച്ചസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൈമുട്ടിന്റെ അവിടെ വെക്കുന്നതാണ്. ദെൻ ഗട്ടർ ക്രച്ചസും കൈമുട്ടിനെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് ക്രച്ചസ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? നമുക്ക് 2 എക്യുപ്മെന്റ്സും കൂടെ നോക്കാനുള്ളൂ. അടുത്തത് കാർഡിയാക് മോണിറ്റർ ആണ്. ഈ കാർഡിയാക് മോണിറ്റർ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ നമ്മള് ICUലും മറ്റുമൊക്കെ പേഷ്യന്റിന്റെ ബെഡിനോട് ചേർന്ന് കാണുന്ന ഒരു ഡിസ്പ്ലേ അല്ലെ, ഡിസ്പ്ലേ മോണിറ്റർ ആണ് ശരിക്കും കാർഡിയാക് മോണിറ്റർ. നമ്മുടെ ആ ഒരു പൾസ് റേറ്റും ഹാർട്ട് റേറ്റും റെസ്പിറേറ്ററി റേറ്റും ഒക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് സിഗ്നൽ പോലെ ലൈവായിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അല്ലെ. അതാണ് എന്ത് കാർഡിയാക് മോണിറ്റർ. കാർഡിയാക് മോണിറ്ററിന് വേറൊരു പേരും കൂടെ പറയും കേട്ടോ, ECG മോണിറ്റർ എന്നും കൂടെ പറയും. ഇത് പറയും ECG മോണിറ്റർ, ECG മോണിറ്റർ അഥവാ EKG മോണിറ്റർ എന്ന് പറയും കേട്ടോ. ECG EKG എന്ന് വെച്ചാൽ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ആണ് കേട്ടോ. അപ്പൊ മോണിറ്റർ ആണ് ശരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നൊരു എക്യുപ്മെന്റ് ആണ് കേട്ടോ. ദാറ്റ് മീൻസ് ഇറ്റ് ട്രാക്സ് ആൻഡ് ഡിസ്പ്ലേസ് ദ ഇലക്ട്രിക്കൽ അല്ലെ, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് കേട്ടോ. നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയും മറ്റും അതും ലൈവായിട്ട് അല്ലെ, ലൈവായിട്ട് എന്താണ് ട്രാക്ക് ചെയ്യുന്ന ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ ലൈവായിട്ട് തന്നെ ഹാർട്ടിന്റെ റേറ്റ്, ഹാർട്ട് റിതം പ്ലസ് നമ്മുടെ റെസ്പിറേറ്ററി റേറ്റും കൂടെ ഇതിനോടൊപ്പം തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും, ലൈവായിട്ട് അത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദ കാർഡിയാക് മോണിറ്റർ ഇസ് എൻ എക്യുപ്മെന്റ് that exhibits the electrical and pressure waveforms of the cardiovascular system for the measurement and treatment. ശരിക്കും പറഞ്ഞാൽ it provides the valuable information about the cardiac function. നമ്മുടെ ഹൃദയത്തിന്റെ ഫംഗ്ഷനെ പറ്റിയുള്ള വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ലൈവായിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് അല്ലെ, മോണിറ്റർ ചെയ്ത് കാണിക്കുന്നുണ്ട്. PCG അല്ലെങ്കിൽ പോൾട്ടർ മോണിറ്റർ എന്നൊക്കെ പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് വെക്കാം. ഇത് റെക്കോർഡല്ല, ഇത് ലൈവായിട്ട് തന്നെ ആ പേഷ്യന്റിന്റെ ഹാർട്ട് ഫംഗ്ഷൻസും റെസ്പിറേറ്ററി റേറ്റും ഹാർട്ട് റേറ്റും ഇതെല്ലാം തന്നെ ലൈവായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന, ട്രാക്ക് ചെയ്യുന്ന ഒരു മോണിറ്റർ ആണ് കാർഡിയാക് മോണിറ്റർ അഥവാ ECG മോണിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അതിനു പുറമെ ഹാർട്ടിന്റെ മാത്രമല്ല പാരാമീറ്റേഴ്സ് പെർട്ടിക്കുലർ ടു റെസ്പിറേറ്ററി ഫംഗ്ഷൻ ക്യാൻ ആൾസോ ബി കാൽക്കുലേറ്റഡ്. നമ്മുടെ ശ്വസന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട പാരാമീറ്റർ, അതായത് നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് അതും അതിനോടൊപ്പം തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഹാർട്ടിന്റെ മാത്രമല്ല കേട്ടോ, നമ്മുടെ ലെൻസിന്റെ, നമ്മുടെ ശ്വസന സംബന്ധമായിട്ടുള്ള മറ്റു പല പാരാമീറ്റേഴ്സുകളും ഇതിനോടൊപ്പം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ഇതിനോടൊപ്പം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്.
ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ്. എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? കാർഡിയക് മോണിറ്റർ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇൻ എമർജൻസി റൂംസ് അല്ലെ, ആൻഡ് ക്രിട്ടിക്കൽ കെയർ ഏരിയാസ്, ഐസിയുല്, എമർജൻസി റൂമുകളില് അല്ലെ, ടു ഒബ്സർവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ് വിത്ത് ക്രിട്ടിക്കൽ ഇലക്ട്രോലൈറ്റിക് ഇംബാലൻസസ് ആൻഡ് അതർ അൺസ്റ്റേബിൾ പേഷ്യൻസ്. കൂടുതലായിട്ടും ഇത് എമർജൻസി റൂമുകളില്, അതുപോലെ ഐസിയുവില് ഈ പറയുന്ന പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ് അല്ലെ, ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടൊക്കെയുള്ള പേഷ്യൻസിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ക്രിട്ടിക്കൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ഈ കിഡ്നി പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, വൃക്കരോഗികളൊക്കെ വളരെ സിവിയർ കണ്ടീഷനിലൊക്കെയുള്ള അത്തരം പേഷ്യൻസിന് എന്താണ് ഇലക്ട്രോലൈറ്റിക് ഇംബാലൻസസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന വൃക്ക തകരാറ് വന്നിട്ടാണ്, കിഡ്നി പ്രോബ്ലംസ് ഒക്കെയുള്ള പേഷ്യൻസിനാണ്. അതുപോലെ മറ്റുള്ള അൺസ്റ്റേബിൾ അല്ലെ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ എന്താണ് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കാർഡിയാക് മോണിറ്റർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? കാർഡിയാക് മോണിറ്റർ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്യുപ്മെന്റ് ട്രാക്ഷൻ ആണ് കേട്ടോ. ട്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഒരു സംവിധാനമാണ് കേട്ടോ. ഒരു എക്യുപ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു സംവിധാനം, ഒരു സിസ്റ്റം ആണ് ട്രാക്ഷൻ. ശരിക്കും പറഞ്ഞാൽ ട്രാക്ഷൻ മീൻസ് എന്താണ്? ട്രാക്ഷൻ അപ്ലൈസ് പുള്ളിങ് ഫോഴ്സ് ആണ്. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ് കേട്ടോ. പുള്ളിങ് ഫോഴ്സ് ടു എനി പാർട്ട് ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പുള്ളിങ് ഫോഴ്സ് ആണ് ശരിക്കും. അതിന് ആ ഒരു സംവിധാനത്തിന് നമ്മൾ ട്രാക്ഷൻ എന്നാണ് പറയുക കേട്ടോ. അപ്പൊ അത് വായിക്കാം. ട്രാക്ഷൻ ഈസ് എ സെറ്റ് ഓഫ് മെക്കാനിസംസ് ടു സ്ട്രെയിറ്റൻ broken bones or relieve the pressure on the spinal bones. അണ്ടർലൈൻ ചെയ്യാൻ അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കാം. അതായത് ബ്രോക്കൺ ആയിട്ടുള്ള ബോൺസുകൾ അല്ലെ, ഈ പറയുന്ന അസ്ഥികള് അല്ലെ, അതുപോലെ എല്ലുകള് അല്ലെ, ഇതെല്ലാം തന്നെ നേരെയാക്കാൻ സ്ട്രെയിറ്റൻ ചെയ്യുന്നതിനും, അതുപോലെ നമ്മുടെ സ്പൈൻ ബോൺസിലൊക്കെ വരുന്ന ആ ഒരു പ്രഷർ മൂലം വരുന്ന പെയിൻ ഒക്കെ റിലീവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സംവിധാനങ്ങളാണ് ട്രാക്ഷൻ. ഈ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ട്രാക്ഷൻ അപ്ലൈസ് മീൻസ് ഇറ്റ് ഈസ് എ പുള്ളിങ് ഫോഴ്സ് ആണ്. ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റെബിലിറ്റി കൊടുക്കുകയാണ്. ഒരു ടു റിലീവ് ദ പ്രഷർ അല്ലെ, ടു റിലീവ് ദ പ്രഷർ ഓൺ ദ സ്പൈനൽ ബോൺസ്. സ്പൈനൽ ബോൺസിലൊക്കെ അനുഭവപ്പെടുന്ന ആ ഒരു പ്രഷർ റിലീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ, അതുപോലെ ബോൺസ് ഒക്കെ സ്ട്രെയിറ്റൻ ചെയ്യുന്നതിന്, ഈ ഫ്രാക്ചർ ഒക്കെ സംഭവിച്ചിട്ടുള്ള ബോൺസുകളൊക്കെ സ്ട്രെയിറ്റൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു പുള്ളിങ് ഫോഴ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ആ ഒരു സംവിധാനത്തിന് നമ്മൾ ട്രാക്ഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. There are mainly two types of traction. Traction മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ആണ് ഉള്ളത്. ഒന്ന് സ്കിൻ ട്രാക്ഷൻ ഉണ്ട്, സ്കെൽറ്റൽ ട്രാക്ഷൻ ഉണ്ട്. സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അത് സ്കിൻ ട്രാക്ഷൻ അപ്ലൈസ് ദ പുള്ളിങ് ഫോഴ്സ് ഡയറക്ട്ലി ടു ദ സ്കിൻ. സ്കിന്നിലോട്ടാണ് നമ്മൾ ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഫ്രാക്ചർ ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ കയ്യില് ഒരു സ്പ്ലിന്റ് പോലെ ഒരു സംഭവമൊക്കെ നമ്മൾ വെക്കാറുണ്ട് അല്ലെ. ചിലത് നമ്മൾ കട്ടിക്കൂടെ ഒക്കെ ഇട്ട് ഇടാറുണ്ട്, പ്ലാസ്റ്റർ ഒക്കെ ഇടാറുണ്ട് അല്ലെ. അത് സ്കിൻ ട്രാക്ഷൻ ആണ്. കാര്യം നമ്മൾ ആ ഫ്രാക്ചർ വന്നിട്ടുള്ള ബോൺസ് നേരെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പുള്ളിങ് ഫോഴ്സ് നേരിട്ട് ഡയറക്ട്ലി അപ്ലൈ ചെയ്ത് സ്കിന്നിലോട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒരു നോൺ ഇൻവസീവ് ആണ്. വേറെ നമ്മളൊന്നും മുറിക്കുകയോ കീറോ ഒന്നും ചെയ്യുന്നില്ല അല്ലെ. ഒന്നെങ്കിൽ നമ്മൾ സ്കിന്നോ അങ്ങനെ എന്തെങ്കിലും കയ്യിലിടും, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് തരും അല്ലെ ഡോക്ടർ. അപ്പൊ അവിടെ നമ്മൾ സ്കിൻ ട്രാക്ഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. ആ സ്കിന്നിലോട്ട് ഒരു പുള്ളിങ് ഫോഴ്സ് കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു ഫ്രാക്ചർ അല്ലെങ്കിൽ ആ ഒരു ബോൺസിനെ നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യുക, അതിനൊരു സ്റ്റെബിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്കിന്നിലോട്ടാണ് നമ്മൾ ട്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. അതാണ് സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ടേപ്പ് അല്ലെങ്കിൽ റാപ്സ് അല്ലെ, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്കിൻ ട്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. അതേസമയം സ്കെൽറ്റൽ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? സ്കെൽറ്റൽ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ട്രാക്ഷൻ ദാറ്റ് ഈസ് ഡയറക്ട്ലി അപ്ലൈ ടു ദ ബോൺ. ബോണിലോട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ത്രൂ ദ സർജിക്കലി ഇൻസേർട്ടഡ് ആയിട്ടുള്ള സ്ക്രൂ, പിൻസ്, വയേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്. നമ്മൾ അത് ഇൻവസീവ് ആണ്. അതായത് നമ്മുടെ ഉള്ളിലൊക്കെ ഈ പറയുക എല്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സർജറിയിലൂടെ എന്ത് ചെയ്യാതെ നേരിട്ട് ആ ബോൺസിൽ ചിലപ്പോൾ വല്ല സ്റ്റീല് ഘടിപ്പിക്കുകയോ സ്ക്രൂവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതാണ് എന്ത് സ്കെൽറ്റൽ ട്രാക്ഷൻ. അതൊരു ഇൻവസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് കേട്ടോ. അത് നോൺ ഇൻവസീവ് അല്ല, ഇൻവസീവ് ആണ്. കാര്യം ട്രാക്ഷൻ ദാറ്റ് ഇസ് ഡയറക്ട്ലി അപ്ലൈ ടു ദ ബോൺസ്. അതും ത്രൂ സർജിക്കലി ഇൻസേർട്ടഡ് പിൻസ്, സ്ക്രൂസ്, വയേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് സ്കെൽറ്റൽ ട്രാക്ഷൻ. സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നോൺ ഇൻവസീവ് ആണ്. അത് നമുക്ക് കീറോ മുറിക്കോ അതൊന്നും ചെയ്യുന്നില്ല. ഒന്നുകിൽ ഒരു സ്ട്രാപ്പോ വയറോ റാപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്കിന്നിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. സ്കെൽറ്റൽ ട്രാക്ഷൻ ആകുമ്പോൾ നമ്മൾ ഒരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ
അത് ഓപ്പൺ ചെയ്ത് നമ്മൾ നേരിട്ട് തന്നെ ബോണിലോട്ട് വല്ല സ്ക്രൂവോ സ്റ്റീലോ അങ്ങനെയൊക്കെ ഘടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ട്രാക്ഷൻ ആണ് സ്കെലറ്റൽ ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടായിരിക്കും കൂടുതൽ റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്? ദേ ആർ യൂട്ടിലൈസ്ഡ് ഇൻ ഓർത്തോപീഡിക് മെഡിസിൻ അല്ലെ, ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ദാറ്റ് മീൻസ് നമ്മുടെ അസ്ഥി വിഭാഗം അല്ലെ, ആ ഓർത്തോപീഡിക് മെഡിസിൻ വിഭാഗത്തിലാണ് നമ്മൾ ട്രാക്ഷൻ സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? നമ്മൾ പഠിച്ചത് 43 മെഡിക്കൽ എക്യുപ്മെന്റ്സുകളാണ് കേട്ടോ. ഈ പറയുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ. ഒന്നും നമുക്ക് പുതിയതായിട്ടൊന്നും പഠിച്ചിട്ടൊന്നും ഇല്ലല്ലോ, ഒട്ടുമിക്കതും നമുക്ക് അറിയുന്നതാണ്. പിന്നെ ഏകദേശം ഒരുപോലെയൊക്കെ തോന്നുന്നത് നമ്മുടെ ECG, ഹോൾട്ടർ മോണിറ്റർ, അതുപോലെ കാർഡിയാക് മോണിറ്റർ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ECG, ഹോൾട്ടർ മോണിറ്റർ അതൊക്കെ തമ്മിലുള്ള വ്യത്യാസം ഓർത്ത് വയ്ക്കുക. ECG എന്ന് പറയുമ്പോൾ അത് ഏതാനും സെക്കൻഡ് അല്ല, ഏതാനും മിനിറ്റുകളിൽ നമ്മൾ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ റെക്കോർഡ് ചെയ്യാനായിട്ടാണ് ECG ഉപയോഗിക്കുന്നതെങ്കിൽ ഹോൾട്ടർ മോണിറ്റർ വളരെ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സംവിധാനമാണ്, ഒരു നോൺ ഇൻവസീവ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഈ ഹോൾട്ടർ മോണിറ്റർ അത് 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട്, അങ്ങനെ ഒരു വാക്ക് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് ഹോൾട്ടർ മോണിറ്റർ ആണ്. തുടർച്ചയായിട്ട് അത് 24 to 48 hours തുടർച്ചയായിട്ട് ഇലക്ട്രിക്കൽ ഫംഗ്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഹോൾട്ടർ മോണിറ്റർ ഉപയോഗിക്കുന്നത്. കാർഡിയക് മോണിറ്റർ എന്ന് പറയുമ്പോൾ അതിൽ റെക്കോർഡിംഗ് അല്ല, ലൈവായിട്ട് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഫംഗ്ഷൻസ് ഓഫ് ദ ഹാർട്ട്, അത് മാത്രമല്ല ഹാർട്ടിന്റെ റിതം, ഹാർട്ട് റേറ്റ്, പൾസ് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് മോണിറ്റർ ചെയ്യുന്ന, എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സിറിഞ്ച് പമ്പും ഇൻഫ്യൂഷൻ പമ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം. സിറിഞ്ച് പമ്പില് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനാണ്? ഒരു പേഷ്യന്റിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിലോട്ട് ഫ്ലൂയിഡ്സ്, മെഡിസിൻസ്, മറ്റ് ന്യൂട്രിയൻസുകളൊക്കെ ഇൻജെക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. സിറിഞ്ച് പമ്പാകുമ്പോൾ സ്മോൾ വോളിയൂംസ് ഓഫ് മെറ്റീരിയൽസ് ഒക്കെ ഇൻജെക്ട് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് സിറിഞ്ച് പമ്പാണ്. ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുമ്പോൾ കുറെ കൂടെ ലാർജർ വോളിയൂംസ് ഓഫ് ഫ്ലൂയിഡ്സ് ഓഫ് ലിക്വിഡ്സ് ഒക്കെ ഇൻജെക്ട് ചെയ്യാനായിട്ടാണ് ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗപ്പെടുത്തുന്നത്. അതുപോലെ സിറിഞ്ച് സിറിഞ്ചിലാണ് നമ്മൾ ആ ഒരു ഫ്ലൂയിഡ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഇൻഫ്യൂഷൻ പമ്പ് ആകുമ്പോൾ അവിടെ ഒരു IV ബാഗ്, ഒരു IV കണ്ടെയ്നർ ഉണ്ടായിരിക്കും, അതിലായിരിക്കും നമ്മൾ ഫ്ലൂയിഡ് ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് ഏകദേശം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിലുള്ള ഇതൊക്കെയാണ്. ബാക്കി എല്ലാം കുഴപ്പമില്ല. ഓക്കെ, ഇതോടുകൂടി ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, എന്റെ ചാപ്റ്റേഴ്സുകളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്ത ആഴ്ചയും കൂടെ ഒരു 2 ക്ലാസ്സും കൂടെ കിട്ടും. February 13th ആണ് നമ്മൾ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. പോർഷൻസ് എല്ലാം തീരും. എല്ലാവരുടെയും ഏകദേശം തീർന്നു എന്ന് തോന്നുന്നു എനിക്ക്. തീർന്നില്ലേ എല്ലാവരുടെയും? എല്ലാ മിസ്സുമാരുടെയും തീർന്നോ? എങ്കിൽ കുറച്ച് മാത്രമേ എടുക്കാനുണ്ടാവുള്ളൂ അല്ലെ? ഓക്കെ, നമ്മൾ February 13th ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് ചാപ്റ്ററോ? ഫസ്റ്റ് ചാപ്റ്റർ ഏത് മൊഡ്യൂളിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്? മെഡിക്കൽ ഇൻഷുറൻസ് ആണോ? ഫോർത്ത് മൊഡ്യൂളിന്റെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ മെഡിക്കൽ ഇൻഷുറൻസ് അല്ലേ പറയുന്നത്? ആ ചാപ്റ്റർ കൂടെ എടുക്കാനുണ്ട്. ലാസ്റ്റ് ചാപ്റ്റർ ബേസിക്. ഓക്കെ ഓക്കെ ഓക്കെ, അതും കൂടി എടുക്കാനുണ്ട് അല്ലെ? ഓക്കെ ഓക്കെ, അതും കൂടെ കഴിയുമ്പോൾ ഇപ്പൊ എന്തായാലും ഇനിയുള്ള February 13th ആകുമ്പോഴേക്കും കഴിയും കേട്ടോ. അപ്പൊ എനിക്ക് ഇപ്പൊ നെക്സ്റ്റ് വീക്കില് ഒരു 2 ക്ലാസ്സും കൂടെ കിട്ടും. ഓക്കെ, 2 ക്ലാസ് കിട്ടുമ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ എടുത്ത പോർഷൻസിന്റെയൊക്കെ ജസ്റ്റ് നമുക്കൊരു റിവിഷൻ പോലെ, റിവിഷൻ ഞാൻ പറയുന്നില്ല, നമുക്കൊന്ന് ഓടിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കാം, അത്രയും കേട്ടോ. അപ്പൊ ഇനിയിപ്പോ അതോടുകൂടി നമ്മുടെ കോഴ്സ് എക്സാം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നന്നായിട്ട് പഠിക്കുക ഇപ്പോഴും കേട്ടോ. അതൊരു പരീക്ഷയുടെ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കണ്ട, ഇപ്പോഴേ തന്നെ എടുക്കണം കേട്ടോ, പഠിച്ചു പോണം. ഓക്കെ, ഇതാണ് 11th ചാപ്റ്റർ. 11th ചാപ്റ്റർ ഞാനല്ലേ എടുത്തത്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഞാൻ എടുത്തല്ലോ. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞില്ലേ 5 അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അല്ലേ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇതാണ് കമ്പ്യൂട്ടറിന്റെ, ഇതാണ് HAMS ആണോ നമ്മൾ പറയുന്നത്? HAMS ആണ്.
ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആ ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നിഷ മിസ്സിനോട് പറഞ്ഞാൽ മതി. മിസ് എന്തായാലും കയറുമല്ലോ, മിസ്സിനോട് പറഞ്ഞാൽ മതി. എനിക്ക് അസൈൻ ചെയ്ത് തന്ന ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എനിക്കല്ല കേട്ടോ. ഓക്കെ, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ അല്ലേ. അപ്പോ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ടുള്ളൂ. അപ്പോ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, നമുക്ക് കുറച്ച് വേണമെങ്കിൽ സമയമുണ്ടല്ലോ, കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ അത് ലെഫ്റ്റ് ആയി പോവല്ലേ, കുറെ പേരൊക്കെ പോയി തോന്നുന്നു അല്ലെ, ക്ലാസ് കഴിഞ്ഞത് കുറച്ച് പേര് ഇപ്പൊ തന്നെ ലെഫ്റ്റ് ആയി പോയി. ഓക്കെ, വെയിറ്റ് ചെയ്യട്ടോ മിനിറ്റ്. ഞാൻ റാൻഡമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് വായിക്കുന്നത് കേട്ടോ. റാൻഡമായിട്ട് പറയാണ്, പിന്നെ ചാപ്റ്ററിനൊന്നും ഞാൻ പറയുന്നില്ല. ആൻസർ അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, who defined public relation as knowing what public hopes for and explaining how administration is satisfying these desires. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആരാണ് ഡിഫൈൻ ചെയ്തതെന്നാണ് ചോദ്യം കേട്ടോ. Knowing what public hopes for and explaining how administration is satisfying these desires. ആരാണ് ഈ ഒരു ഡെഫിനിഷൻ നോട്ട് വെച്ചത്? ഓപ്ഷൻസ് വേണമെങ്കിൽ വായിക്കാം. ഓപ്ഷൻ എ ജോൺ മാസ്റ്റർ, ഓപ്ഷൻ ബി ഐവി ലീ, ഓപ്ഷൻ സി എഡ്വേർഡ് ബർണേസ്, ഓപ്ഷൻ ഡി ജോൺ മില്ലറ്റ്. ഒന്ന് പറയാമോ, കമന്റ് ചെയ്യാമോ? അതുകൊണ്ട് ക്വസ്റ്റ്യൻ വായിക്കണോ? Who defined public relation as knowing what public hopes for and explaining how administration is satisfied. Okay, ആരാണ് ആൻസർ പറഞ്ഞത്? പ്രീത കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. റസീന, അനു, സാന്ദ്ര, ഓപ്ഷൻ ഡി ജോൺ മില്ലറ്റ്. ഒരാള് മാത്രം വേറെന്തോ ഒരു ഓപ്ഷൻ പറഞ്ഞു അല്ലെ. ഈ പറഞ്ഞത് ആരാണ്? ഇംഗ്ലീഷ് അല്ലെ, ജോൺ മാസ്റ്റർ. ജോൺ മാസ്റ്റർ അല്ല, മാറിപ്പോയതായിരിക്കും അല്ലെ. ജോൺ മില്ലറ്റ് കേട്ടോ. ഓക്കെ, ജോൺ മില്ലറ്റ് ആണ് കേട്ടോ, മാസ്റ്റർ അല്ല, ജോൺ മില്ലറ്റ് ആണ് അത് ഡിഫൈൻ ചെയ്തത് കേട്ടോ. ഓക്കെ, നിമിഷ ഉദ്ദേശിച്ചത് ജോൺ മില്ലറ്റ് ആണെന്ന് തോന്നുന്നു അല്ലെ, പക്ഷെ ടൈപ്പ് മാറിപ്പോയതാന്ന് തോന്നുന്നു. ഓക്കെ അല്ലേ, ഓക്കെ, എനിക്ക് തോന്നി. അടുത്തത് who are volunteer or voluntary corps? Who are volunteer or voluntary corps? ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ പ്രൈമറി കെയർ ഫിസിഷ്യൻസ്, ഓപ്ഷൻ ബി
medication administration people. Option C, public spirited and service minded people. Option D, none of this. ഇതാണ് ആൻസർ. ഒന്ന് പറയോ, പറയോ ആൻസർ. അമൽ എന്താ പറയുന്നത്? ഓപ്ഷൻ ബി ആണോ? ആണോ? അയ്യോ, തെറ്റിപ്പോയില്ല എല്ലാവരുടെയും. ആരും റൈറ്റ് ആൻസർ പറഞ്ഞില്ലല്ലോ. ഞാനൊന്നും കൂടെ ചോദ്യം വായിക്കൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ആരാണ് ഓപ്ഷൻ സി പറഞ്ഞ? സുമ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ആരാണ് വോളണ്ടിയർ അല്ലെങ്കിൽ വോളണ്ടറി കോപ്സ് എന്ന് അറിയപ്പെടുന്നത്? ആരാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പബ്ലിക് സ്പിരിറ്റഡ് ആൻഡ് സർവീസ് മൈൻഡഡ് പീപ്പിൾ ആണ് കേട്ടോ. പബ്ലിക്, അതായത് ഈ പറയുന്ന പൊതുബോധവും സർവീസ് മൈൻഡുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളണ്ടിയർ അഥവാ വോളണ്ടറി കോപ്സ് എന്ന് പറയുന്നത്. ഏത് ചാപ്റ്ററിലാണ്? പബ്ലിക് റിലേഷൻസ് കേട്ടോ. പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ മൊഡ്യൂൾ 3 പഠിച്ചില്ലേ? അതിനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. Which among the following is used to evaluate public relation in the community? Which among the following is used to evaluate public relation in the community? Option A, patient surveys. B, general opinion poll. C, donations. D, all of the above. ഇതാണ് കറക്റ്റ് ആൻസർ. പറഞ്ഞേ. തെറ്റിപ്പോയല്ലോ ലുൻസിന, സുമ, ആരാണ്? ഈ എന്ന് പറഞ്ഞൊരു ഓപ്ഷനേ ഇല്ല കേട്ടോ. ഡി ആണ് കറക്റ്റ് കേട്ടോ. സാന്ദ്ര, അനു, നിമിഷ കറക്റ്റ് ആണ്. ഡി, ഓൾ ഓഫ് ദി അബവ്. ചോദ്യം എന്തായിരുന്നു? വിച്ച് among the following is used to evaluate പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി? അല്ലെ, കമ്മ്യൂണിറ്റിയിലെ പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? അല്ലെ, കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെ, ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പേഷ്യന്റ് സർവേയിലൂടെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെ, ജനറൽ ഒപ്പീനിയൻ പോൾ, പൊതുജനാഭിപ്രായ വോട്ടെടുപ്പ്, അതിലൂടെ നമുക്ക് പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഡൊണേഷൻസ്, അതിലൂടെ നമുക്ക് പറ്റും. കൂടുതൽ ഡൊണേഷൻസ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഹോസ്പിറ്റലിന് പബ്ലിക്കുമായിട്ട് നല്ല റിലേഷൻ ഉണ്ടെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അല്ലെ, അപ്പൊ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓൾ ഓഫ് ദീസ്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല, പഠിക്കണം കേട്ടോ. പഠിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് പോലെ നമുക്ക് സമയം കുറവൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളും ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇനിയുള്ള സമയം നിങ്ങൾ പഠിക്കുക കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ പോർഷൻസ് ഒക്കെ തീർന്നു, എക്സാം വരികയാണ്. എക്സാം ഒക്കെ അധികം വൈകാതെ തന്നെ പെട്ടെന്ന് വരും നിങ്ങളുടെ കേട്ടോ. അപ്പൊ എക്സാമിന് സമയത്ത് നമ്മൾ കിടന്ന് പഠിക്കാൻ നിൽക്കരുത്. കിട്ടുന്ന സമയത്ത് തിരിച്ച് പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, പിന്നെ നമ്മള് ക്ലാസ്സിൽ ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചാപ്റ്ററൊക്കെ ഒന്ന് ഓടിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും കേട്ടോ. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. വാട്ട് ആർ ദ ഡ്രഗ്സ് required for patient transfer? What are the drugs required for the patient transfer? ഒരു പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡ്രഗ്സുകളാണ് ആവശ്യമായിട്ടുള്ളത്? ഓപ്ഷൻ എ, മസിൽ റിലാക്സൻസ്. ഓപ്ഷൻ ബി, സെഡേറ്റീവ്സ്. ഓപ്ഷൻ സി, അനാൽജസിക്സ്, സ്ഥിരവേദന സംഹാരികള്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. ഇതായിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ ഡി കറക്റ്റ് ആണ് കേട്ടോ. ഓൾ ഓഫ് ദി എബോവ് ഏത് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? പേഷ്യന്റ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് കേട്ടോ, അതിനുള്ള ക്വസ്റ്റ്യൻ ആണ് അത്. അടുത്ത ചോദ്യം നോക്കുക. ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് ദ പേഷ്യന്റ് ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യന്റ്, അങ്ങനെയുള്ള പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ground transport. B, inter transfer. Option C, air transport. Option D, all of the above. ഏതാണ്? അഞ്ജലിന് കറക്റ്റ് ആണ്, എയർ ട്രാൻസ്പോർട്ട്. ഓക്കെ, സൗപർണിക കറക്റ്റ് ആണ്. ഓക്കെ, സുമ, സാന്ദ്ര കറക്റ്റ് ആണ് കേട്ടോ. എയർ ട്രാൻസ്പോർട്ട്. ഓക്കെ, ശരിയാണ് കേട്ടോ, എയർ ട്രാൻസ്പോർട്ട് ആണ്. ഇതൊക്കെ ഡയറക്റ്റ് ആണ്, ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്.
വാട്ട് ഈസ് ന്യൂമോതൊറാക്സ്? വാട്ട് ഈസ് ന്യൂമോതൊറാക്സ്? എന്താണ് ന്യൂമോതൊറാക്സ്? ഓപ്ഷൻ എ എയർ ഇൻ ദ ലങ്സ്, ഓപ്ഷൻ ബി എയർ ഇൻ ദ ഹാർട്ട്, ഓപ്ഷൻ സി ഇൻസ്റ്റേബിലിറ്റി ഓഫ് ദ നെക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. എന്താണ് ന്യൂമോതൊറാക്സ്? എന്താണ് ന്യൂമോതൊറാക്സ്? ഓപ്ഷൻ ഒന്നുകൂടെ വായിക്കണോ? ഇൻസ്റ്റേബിലിറ്റി ഓഫ് ദ നെക്ക് അല്ല, അതല്ല ആൻസർ. ഓപ്ഷൻസ് വായിക്കാം. എയർ ഇൻ ദ ലങ്സ്, എയർ ഇൻ ദ ഹാർട്ട്, ഇൻസ്റ്റേബിലിറ്റി ഓഫ് ദ നെക്ക്, നൺ ഓഫ് ദീസ്. ഓക്കെ, സാന്ദ്ര, സൗവർണിക, അമർജിത്ത, അശ്രിത കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എയർ ഇൻ ദ ലങ്സ് ആണ്. എന്താണ്? ബി അല്ല കേട്ടോ. എയർ ഇൻ ദ ഹാർട്ട് ആണോ? ന്യൂമോ എന്നൊക്കെ കേൾക്കുമ്പോ എന്താണ്? ന്യൂമോതൊറാക്സ് ഒക്കെ കേൾക്കുമ്പോ എയർ ഇൻ ദ ലങ്സ് ആണ് കേട്ടോ. ലങ്സ് ശ്വാസകോശത്തില് എയർ നിറയുന്ന ഒരു അവസ്ഥയാണ് ന്യൂമോതൊറാക്സ്. അതിന് നിങ്ങൾ അങ്ങനെ ഓർത്താൽ മതി. ന്യൂമോണിയ ഏതിനെ ബാധിക്കുന്ന അസുഖമാണ്? ന്യൂമോണിയ ലങ്സിനെ ബാധിക്കുന്നതല്ലേ ന്യൂമോതൊറാക്സ് അല്ലെ? തൊറാക്സ് എന്ന് പറയുന്നില്ല, നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിയാണ് അല്ലെ. ഈ ചെസ്റ്റ് ക്യാവിറ്റിക്കകത്ത് ലങ്സ് ഇരിപ്പുണ്ട്, ഹാർട്ട് ഇരിപ്പുണ്ട്, പിന്നെ ഈസോഫാഗസ് ഇരിക്കുന്നുണ്ട്, സ്റ്റൊമക്ക് ഉണ്ട്, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ന്യൂമോ എന്ന് പറയുന്ന നമ്മുടെ ശ്വാസകോശത്തിന് കവർ ചെയ്യുന്ന ഒരു ആവരണമുണ്ട്, പ്ലൂറ എന്ന് പറയും. ഓക്കെ, അതിനടുത്ത് ഈ വായു വന്ന് നിറയാണ്. ഈ വായു വന്ന് നിറയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ലങ്സിലേക്ക് പ്രഷർ വരും. ഈ ലെൻസിനെ കവർ ചെയ്ത് ഇരിക്കുന്ന ഒരു ആവരണമാണ് പ്ലൂറ. അപ്പൊ അതിനകത്തേക്ക് എയറിനെ ഫിൽ ചെയ്ത് വരുമ്പോ ആ എയർ നിറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ലെൻസിനെ ഇങ്ങനെ കംപ്രസ് ചെയ്യും അല്ലെ. ലെൻസിനെ കംപ്രസ് ചെയ്താൽ തന്നെ ലെൻസ് പൊട്ടുന്ന ഒരു സാഹചര്യം വരികയാണ്. ഓക്കെ, അതിനെയാണ് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ എയർ ഇൻ ദ ലങ്സ് ആണ് കേട്ടോ. ലങ്സിനകത്ത് എയർ നിറയുന്ന അവസ്ഥയാണ്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മള് ഞാന് മൊഡ്യൂൾ 3 എടുത്ത ചാപ്റ്റേഴ്സ് 5 ചാപ്റ്റേഴ്സ് ആണ് ഞാൻ എടുത്തത്. ഒന്ന് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്, പബ്ലിക് റിലേഷൻ, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്, മെഡിക്കൽ റെക്കോർഡ്, ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് മൊഡ്യൂൾ 3 ഞാൻ എടുത്തത്. മൊഡ്യൂൾ 4 2 ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, 2 റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഈ 2 ചാപ്റ്റേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് ഇനി വരും ക്ലാസ്സുകളിൽ ജസ്റ്റ് അപ്പൊ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. എന്റെ ക്ലാസ് ഉള്ള ദിവസം ഞാൻ എടുത്ത ചാപ്റ്റേഴ്സുകൾ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയിട്ട് ക്ലാസ്സിലിരിക്കണം കേട്ടോ. ഒന്നും ജസ്റ്റ് ഒന്ന് വായിക്കാം. ഞാൻ പഠിക്കാൻ എന്നുള്ള ഞാൻ പറയുന്നില്ല, വായിക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് വെച്ചിട്ട് ക്ലാസ്സിലിരിക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ പറയുമ്പോഴായാലും നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. വേറെ കൊണ്ടല്ല, വേറെ പഠിക്കാൻ സമയം കണ്ടെത്താൻ പറ്റാത്തവർക്ക് ആ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നന്നായിട്ട് തന്നെ പരീക്ഷയൊക്കെ എഴുതാട്ടോ. ഇപ്പൊ നമ്മള് എക്സാം ഒക്കെ കഴിഞ്ഞ് കോൺവൊക്കേഷനിൽ കാണുള്ളൂ. അപ്പോഴേക്കൊക്കെ നിങ്ങൾ പരമാവധി നന്നായിട്ട് തന്നെ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ, ശരി, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീക്കിൽ കാണാം. ഓക്കെ, താങ്ക് യു.